ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ആനിമേഷൻ വിഷ്വൽ. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പൊ നിർത്തി പോകല്ലേ, അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകും. ഈ ഒരു കഥയുണ്ടല്ലോ, ഭയങ്കര ത്രില്ലോ ട്വിസ്റ്റോ സസ്പെൻസോ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു അടിപൊളി പുസ്തകം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതേ ഒരു ഫീൽ മനസ്സങ്ങനെ നിറഞ്ഞുകൊണ്ട് കേൾക്കാൻ കഴിയും. അവസാനത്തിൽ ചെറുതായിട്ടെങ്കിലും ചിലരെങ്കിലും കരഞ്ഞു പോകും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും. അത്രത്തോളം ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറി തന്നെയാണ്. ഒരു ആനിമേഷൻ സ്റ്റോറിയാണെന്ന് കരുതിയിട്ട് വെറുതെ വിട്ടുകളയല്ലേ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നഷ്ടമാവും. കഥയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, കണ്ടാൽ മൂർക്കമ്പാമ്പിനെ പോലെ തോന്നിക്കുന്ന ഒരു മുത്തശ്ശൻ ഒരാളോടും ചിരിക്കില്ല, നല്ല രീതിയിൽ ഒരു മനുഷ്യനോട് സംസാരിക്കില്ല, എല്ലാവർക്കും പേടിയാണ് ഇയാളെ. അങ്ങനെയുള്ള ഈ മനുഷ്യരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ആത്മാക്കൾ തീരുമാനിക്കുകയാണ്. ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് പരമ പുച്ഛാണ്, വെറുതെ ടൈം വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ ക്രിസ്മസ് ആവാൻ ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഓരോ ദിവസവും ഓരോ ആത്മാക്കളും ഇയാളെ ഓരോ ലോകത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ 3-ാം ദിവസം ആയപ്പോഴേക്കും അപ്പൂപ്പൻ ഈ ഒരു കാലിനോട് ചോദിക്കാണ്, ദയവ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് ജീവിക്കാൻ തരുമോ, ഒരു നല്ല മനുഷ്യനായിട്ട്. എന്തായിരിക്കും ഈ 3 ദിവസം കൊണ്ട് ഈ മുർക്കമ്പാമ്പിനെ പോലെയുള്ള സ്ക്രോച്ച് അപ്പൂപ്പൻ കണ്ടിട്ടുണ്ടാവുക. എന്തായാലും നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകല്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എന്നാ പിന്നെ നമുക്ക് നേരെ ആ കഥയിലേക്ക് പോവാല്ലേ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഡെഡ് ബോഡിയാണ് കാണിക്കുന്നത്. ആ ബോഡിയുടെ കണ്ണിൽ 2 കോയിൻസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കഥയുടെ ഹീറോ ആയിട്ടുള്ള സ്ക്രോച്ച്, അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്താണ് ഈ മരിച്ചു കിടക്കുന്നത്. എന്നാൽ സുഹൃത്ത് മരിച്ചതിന്റെ ആ ഒരു വിഷമോ കാര്യങ്ങളൊന്നും ഈ ഒരു സ്ക്രോച്ചിന്റെ മുഖത്തൊന്നും കാണുന്നില്ല. മാത്രമല്ല ഇയാളുടെ ഒരു ബിസിനസ് പാർട്ട്ണർ കൂടിയാണ് ഈ ഒരു മാർലി. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാറേ ഇതിന്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, അതിന് ചെലവ് ആവശ്യമുണ്ട്, പിന്നെ നിങ്ങളുടെ ഒരു സൈനും വേണം. ഇപ്പൊ സ്ക്രോച്ച് പറയണം, ഓ അതിനും പൈസ വേണമല്ലേ, വെറുതെ മുട്ടിക്കാനായിട്ട് ഒരു കൊണ്ടുപോയിക്കോടെന്ന് പറഞ്ഞിട്ട് ഒരു 2 നാണയം കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് ആ ഒരു പെട്ടി ഇവർ പൂട്ടാൻ നിൽക്കുമ്പോൾ സ്ക്രോച്ച് പറയണേ, ഒന്ന് നിർത്ത്. ഇപ്പൊ ആ ഒരു ബോഡിയുടെ കണ്ണിൽ വെച്ച 2 കോയിൻസ് ഉണ്ടല്ലോ, അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇയാൾ അടച്ചോന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എച്ചി എന്ന് പറഞ്ഞാൽ പരനാറ് എച്ചിയാണ് ഈ മനുഷ്യൻ. അതുപോലെ തന്നെ ദയ, കരുണ, സ്നേഹം, അനുകമ്പ ഇങ്ങനെയുള്ള യാതൊരു വികാരവും മൂപ്പരുടെ അടുത്തുകൂടെ പോയിട്ടില്ല. അങ്ങനെ ഇയാളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് വരാൻ വേണ്ടി പോവാണ്. ആൾക്കാരൊക്കെ അതിന്റെ ഓരോ തയ്യാറെടുപ്പിലാണ്. അപ്പൊ ആ ഒരു തെരുവിൽ ഇരുന്നുകൊണ്ട് കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ പോയ സ്ക്രോച്ച് പറയണം, വെറുതെ എന്തിനാ ഈ പബ്ലിക്കിനെ ശല്യപ്പെടുന്നത്, വല്ല ജോലിക്കും പോയിക്കൂടെ, കുട്ടികളല്ലേ ആ ഒരു പാടുന്നേ, അവർക്ക് ആ ഒരു പരിഗണനെങ്കിലും ഇയാൾക്ക് കൊടുക്കായിരുന്നു. കൊടുത്തില്ല. അത്രയും മോശപ്പെട്ട ഒരു വൃത്തികെട്ട മനുഷ്യനാണ്. അതുപോലെ തന്നെ പോകുന്നവരോടൊക്കെ വെറുതെ വഴക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടാണ് ഇയാൾ പോകുക. അതുപോലെ തന്നെ ആ ഒരു നഗരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഇതിന്റെ ഇടയിലൂടെ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ, ക്രിസ്മസ് വരാൻ പോകുന്നത്. അതിന്റെ ആ ഒരു ഒരുക്കങ്ങൾ ഓരോ വീട്ടിലും വലിയ വലിയ ഹോട്ടല് ഇവിടെ അതിന്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മനുഷ്യനൊഴികെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ബാക്കി എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ഇതിനുശേഷം ഈ ഒരു സ്ക്രോച്ച് നേരെ ഇയാളുടെ കടയിലേക്ക് ചെല്ലുകയാണ്. കടയുടെ പേര് തന്നെ സ്ക്രോച്ച് ആൻഡ് മാർലി എന്നാണ്. ഇപ്പൊ മരിച്ചുപോയ ഇയാളുടെ കൂട്ടുകാരനെ ഇത്രക്കും വലിയ റിലേഷനാണ്. എന്നിട്ട് മരിച്ചുപോയ സമയത്ത് ഇയാൾ കാണിച്ച ഒരു പരിപാടി നോക്കണം. അങ്ങനെ ഒരു വർഷം കടന്നു പോവുകയാണ്. അതായത് ആ ഒരു ക്രിസ്മസും കാര്യങ്ങളൊന്നും ഇയാൾ ആഘോഷിക്കുന്നില്ല. ഒരുമാതിരി ഒരു മരട്ട് സ്വഭാവം എന്ന് പറയാം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. കടയിലെ എല്ലാ ജോലികളും ഇങ്ങനെ സ്ക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മാർലി അവൻ പോയതോടുകൂടി എല്ലാം എന്റെ തലയിലായല്ലോ, ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എല്ലാം കൂടെ തലയിലായിട്ട്. ഇതേ സമയത്ത് തന്നെ ഈ സ്ക്രോച്ച് ചെറിയ ജോലിക്കൊക്കെ ആയിട്ട് ഈ കടയിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ നിർത്തിയിട്ടുണ്ട്, ബോബ്. ഈ ബോബിനാണെങ്കിൽ സ്ക്രോച്ചിന് ഭയങ്കര പേടിയാണ്. ഇത് ഡിസംബർ മാസമാണ്, നല്ല തണുപ്പുണ്ട്. ഇയാളാണെങ്കിൽ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ബോബ് കത്തിക്കാൻ ഒരു മെഴുകുതിരിയോ കരിക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയതെങ്കിലും നന്നായിരുന്നു. എന്നാൽ ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന ലോക്കറിൽ വെച്ച് പൂട്ടിരിക്കുകയാണ്. അമ്മാതിരി പിശുക്ക് എന്ന് പറഞ്ഞാല് പിശുക്കിന്റെ അങ്ങേയറ്റ ഉച്ചെന്നൊക്കെ പറയാം. അതാണ് പാവം മനുഷ്യന് കാണുമ്പോൾ തന്നെ സങ്കടം. അതായത് ഈ ബോബിനെ. ഇതേ സമയത്ത് തന്നെ ഈ സ്ക്രോച്ചിന്റെ പെങ്ങളുടെ മകൻ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്കിളെ സുഖം തന്നെയല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിരുന്നു, അങ്കിൾ എന്താ വരാത്തത്, പ്രാവശ്യം വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാം കേട്ടോ, ഹാപ്പി ആയിട്ട് നമുക്ക് ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കാം. ഇത് കേട്ട സമയത്ത് സ്ക്രോച്ച് പറയാണ്, എന്തിനാടാ ആവശ്യമില്ലാതെ വർഷാവർഷം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്, എന്നെ എന്തിനെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത്, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയാതെ. നിങ്ങളൊക്കെ കഴിഞ്ഞല്ലേ ഏത് ലെവലിലാണെന്നേ, അതേ ലെവലിൽ തന്നെയല്ലേ ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ലല്ലോ, പൂച്ചിച്ച് സംസാരിക്കുക. എനിക്ക് വരാൻ താല്പര്യമൊന്നുമില്ല, നീ പോയിക്കോന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അങ്കിളെ ഈ ചുറ്റുള്ള ആൾക്കാരെ കണ്ടോ, പാവപ്പെട്ടവരുണ്ട് പണക്കാരുണ്ട്, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ക്രിസ്മസ് വരുമ്പോൾ ആ ഒരു ദിവസത്തിൽ ഹാപ്പിയായി നിൽക്കാൻ വേണ്ടി അങ്കിള് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ ഒരു മാന്യത, അങ്കിള് വന്നാൽ സന്തോഷമാകുമായിരുന്നു, അതുകൊണ്ട് മാത്രം വിളിച്ചതേ ഉള്ളൂ. എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് സംസാരിച്ചിട്ട് തന്നെ ആ ഒരു ചെറുക്കൻ അവിടുന്ന് പോവാണ്. ഇത് കഴിഞ്ഞപ്പോൾ വേറെ 2 ആൾക്കാർ വരികയാണ്. നല്ല പിരിയിൽ നിൽക്കുകയാണ് ഇപ്പൊ ഈ സ്ക്രോച്ച്. ഇപ്പൊ ഈ വന്ന ആൾക്കാർ പറയണം, സാറേ കുറച്ച് പൈസ കിട്ടിയാൽ നല്ലതായിരുന്നു, കാരണം വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു നഗരത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ കഴിയാത്ത, ഒരു കേക്ക് പോലും മേടിക്കാൻ പറ്റാത്ത കുറെ ഫാമിലീസ് ഉണ്ട്. അപ്പൊ സാറൊന്ന് സഹായിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇത് കേട്ടപ്പോ തന്നെ സ്ക്രോച്ച് പറയാണ്, മിണ്ടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ആകെ ഞെട്ടിപ്പോയി 2 പയ്യന്മാര്. ഇതെന്ത് മനുഷ്യനത്, ചോദിക്കണ്ടായിരുന്നു. നാണം കെട്ടുപോയ ഇവർ 2 പേര് അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ പേടിച്ച് വർഷം ആ ഒരു ബോബ് അങ്ങനെ നിൽക്കുന്നുണ്ട്. നാളെ ക്രിസ്മസ് ആണ്. ഇയാൾക്കാണെങ്കിൽ ക്രിസ്മസും ഇല്ല, വിഷുവും ഇല്ല, ഓണവും ഇല്ല, പെരുന്നാളും ഇല്ല. എങ്ങനെയാ എന്റെ ദൈവം
ദൈവമേ ലീവ് ചോദിക്കാന്ന് വെച്ചിട്ട് പേടിച്ച് ഇയാൾ നിൽക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുമില്ല. കട പൂട്ടി പുറത്തിറങ്ങാൻ നേരത്ത് സ്ക്രോച്ച് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കാണ്, എന്താണ് ബോബേ, എന്തോ ചോദിക്കാണ്ടല്ലോ, എനിക്കറിയാം നിനക്ക് ലീവ് ആണെന്നല്ലേ, എടുത്തോ, ലീവ് എടുത്തോ, പക്ഷേ മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ 2 ദിവസം പണിയും കൂടെ അന്ന് എടുത്തോണം, ഓക്കെ അല്ലേ? ശരി സാറേ, ഞാൻ അതുപോലെ ചെയ്യാന്ന് നല്ല പേടിയിലാണ് ബോബ് പറയുന്നത്. എന്തായാലും ലീവ് കിട്ടി ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ബോബ് ആഘോഷിക്കുകയാണ്. അവിടെ കുട്ടികളൊക്കെ ഐസിലൂടെ എങ്ങനെ സ്കേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിലൊക്കെ ആ ഒരു സന്തോഷം കൊണ്ട് ബോബ് സ്കേറ്റ് ചെയ്ത് പോവാണ് പിള്ളേരുടെ കൂടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ചുള്ളവന് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് സന്തോഷമാവാൻ, എന്നാൽ ഒരുപാടുള്ളവന് കുറെ കിട്ടണം സന്തോഷമാവാൻ. സന്തോഷമാവോ ഇല്ലയെന്ന് പോലും പറയാൻ പറ്റില്ല. പണം വേണം, പണമില്ലാത്തത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അതൊരു പരിധിയിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് സന്തോഷം ഉണ്ടായിരുന്നൊന്നും വരില്ല. ഈ സ്ക്രോച്ചിന് പറഞ്ഞതുപോലെ എന്തായാലും മൂപ്പർക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. വേറെ ആരുമില്ല, ഇയാൾ മാത്രമാണ് ഒറ്റ കുറുക്കനായിട്ട്. ഇപ്പൊ വീട്ടിലേക്ക് ചെന്നിട്ട് കഥക് തുറക്കാൻ നോക്കുന്ന സമയത്ത് ചാവി നിലത്തേക്ക് വീണു പോവാണ്. ഇയാളെടുത്ത് നേരെ ആ ഒരു ചാവി ഹോളിലേക്ക് ഇടാൻ നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതരം തലയുടെ രൂപം കാണുകയാണ്. ആദ്യം ഒന്ന് പേടിച്ചു പോയി. പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇയാളുടെ മരിച്ചുപോയ കൂട്ടുകാരൻ മാർലി ഉണ്ടല്ലോ, ഇയാളുടെ മുഖമാണ്. കാല് വരച്ചു പോയ റോച്ച് ഉരുണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. ചുറ്റും നോക്കി, ആരും കണ്ടില്ല. എന്തോ കണ്ട് പേടിച്ചതാണ്. എന്തായാലും വാതിലും തുറന്ന് ഉള്ളിലേക്ക് കയറി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാണ്ടെ വീണ്ടും കേൾക്കുന്ന ഓരോ ശബ്ദങ്ങൾ. ആകെ പേടിച്ച് കുറച്ച് പോയ ഈ സ്ക്രോച്ച് ഒരു കസാരയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലെല്ലാം പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ടെ ആ ഒരു വാതിലെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കളറില് ഒരു പെട്ടി വന്ന് വീഴുകയാണ്. അതുപോലെ തന്നെ 1-2 പെട്ടികൾ വരികയാണ്. കൂടെ കുറച്ച് ചങ്ങലയുണ്ട്. എന്നിട്ട് ആ ഒരു ചങ്ങല കൊണ്ട് കെട്ടിയ അവസ്ഥയിൽ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു പ്രേതാണ്, ഒരു ആത്മാവാണ്. ആ ആത്മാവ് മറ്റാരുമല്ല, ഈ സ്ക്രോച്ചിന്റെ കൂട്ടുകാരനായിട്ടുള്ള മാർലിയാണ്. എന്റെ സ്ക്രോച്ചിന് മനസ്സിലായില്ല. നീ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ കൂട്ടുകാരനാടാ മാർലി, നീ എന്താണ് ഇവിടെ? സ്ക്രോച്ച്, നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. നീ കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. നിന്റെ കൂടെ കൂടിയിട്ട് പല നാറിത്തരങ്ങളും ദ്രോഹങ്ങളും കാണിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകാൻ കഴിയുന്നില്ല. ദാ ഇവിടെ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ദാ എന്റെ പാപത്തിന്റെ ഭാര ഈ ഒരു പെട്ടിയിൽ ഞാൻ ചുമന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ആകെ അമ്പരന്ന് പോയി സ്ക്രോച്ച് ചോദിക്കുകയാണ്, മാർലി നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? നമ്മൾ ബിസിനസ് അല്ലേ ചെയ്തുള്ളൂ. ഇപ്പൊ മാർലി പറയാണ്, ആടാ അത് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ്. പണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഫാമിലി വേണ്ട, ഭാര്യ വേണ്ട, കൂട്ടുകാരി വേണ്ട, കുട്ടികൾ വേണ്ട, പണം 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 ആർത്തി 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 ഇതിന്റെ പിന്നാലെ ഓടി ഓടി ഞാൻ ചത്തു. ദാ എനിക്കിപ്പോ ഈ ഒരു അവസ്ഥയാണ്. അതെല്ലാം പോട്ടെ, എനിക്ക് ഈ ഒരു അവസ്ഥയാണെങ്കിൽ നിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും സ്ക്രോച്ചെ, നീ ചത്തിട്ടുണ്ടെങ്കിൽ? പക്ഷെ നീ എന്റെ ഉറ്റ ചങ്ങാതിയല്ലേ, നിനക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ എന്തിനാടാ എന്നെ ഇങ്ങനെയൊക്കെ പേടിപ്പെടുത്തുന്നതെന്ന് സ്ക്രോച്ച് ചോദിക്കുമ്പോൾ മാർലി പറയാണ്, ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പേടിപ്പിക്കാണ്ടിരിക്കാനോ? എടോ, നിനക്ക് ആ ഒരു അവസ്ഥ വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നേക്ക് 3-ാം ദിവസം ക്രിസ്മസ് ആണ്. ഈ ഓരോ 3 ദിവസം രാത്രിയും 1 മണിയാവുന്ന സമയത്ത് നിന്റെ അടുത്തേക്ക് ചില ആത്മാക്കൾ വരും. അവര് കാണിച്ചു തരും എന്താണ് നിനക്ക് പറ്റിയ അബദ്ധം, നീ എന്ത് മാറ്റാണ് നിന്റെ ലൈഫിൽ വരുത്തേണ്ടത്. ഇതും പറഞ്ഞ് ഈ മാർലി പോവാണ്. പോകുന്ന സമയത്ത് മാർലി പറയുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കടാ, മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും പിന്നീട് ചിന്തിക്കാനോ മാറ്റാനോ കഴിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മാർലിയുടെ ആത്മാവ് അവിടുന്ന് പോവാണ്. നീ എന്താണ് പറയുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് സ്ക്രോച്ച് ഇയാളുടെ പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും നേരെ ഈ ഒരു മാർലിയുടെ ആത്മാവ് മറ്റെങ്ങോട്ടോ പോവാണ്. ഇതേ സമയത്ത് തന്നെ സ്ക്രോച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ അവനെ പോലെ തന്നെ, അതായത് മാർലിയെ പോലെ തന്നെ ഒരുപാട് ആത്മാക്കൾ അതിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കയ്യിൽ നല്ല ഭാരമുള്ള ഒരു പെട്ടിയുണ്ട്. അതായത് ഇവർ ചെയ്ത ആ ഒരു പാപത്തിന്റെ ശിക്ഷയാണ് ആ ഒരു പാപം ചുവന്ന് നടക്കുക. ഇതെല്ലാം കണ്ട് ആകെ പേടിച്ചു പോയി സ്ക്രോച്ച് നേരെ ബെഡിന്റെ അടിയിൽ പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പുതച്ചു മൂടിയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. എന്ന് ഉറക്കം വരുന്നില്ല. കറക്റ്റ് 1 മണിയായപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ വാതിലിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ നേരിയ വട്ടത്തിലൊരു പ്രകാശം. നോക്കുമ്പോൾ എന്താ, ഒരു മെഴുകുതിരി പോലെയുള്ള ഒരു ആത്മാവ് ഇതങ്ങോട്ടേക്ക് വരികയാണ്. നീയാണോ സ്ക്രോച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയൊരു ഭയത്തിൽ സ്ക്രോച്ച് പറയാണ്, അതെ ഞാനാണ് സ്ക്രോച്ച്. എന്നാ സ്ക്രോച്ചെ നമുക്ക് പോവുകയല്ലേ, ചില കാര്യങ്ങൾ നീ കാണാനുണ്ട്. നിന്റെ ഭൂതകാലത്തിലെ, അതായത് കഴിഞ്ഞു പോയ ചില ക്രിസ്മസ് രാത്രികൾ, പകലുകൾ, അതിലെ ചില കാര്യങ്ങൾ. എന്നാ സ്ക്രോച്ച് പറയണ, എനിക്ക് നിന്നെ പോലെ പറക്കാനൊന്നും കഴിയില്ല. പെട്ടെന്ന് തന്നെ ഈ മെഴുകുതിരികളുള്ള ഭൂതം ഉണ്ടല്ലോ, അവൻ എന്തോന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവന്റെ കൈയും പിടിച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങുകയാണ്. സ്ക്രോച്ച് ആണെങ്കിൽ അലറി വിളിച്ച് കാര്യമാണ്. കാരണം അത്രയും ഹൈറ്റിലൂടെ ഒരു പക്ഷിയെ പോലെ പാറുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ സ്ക്രോച്ചിന്റെ ആ ഒരു ഭയം കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. പതിയെ പതിയെ അവൻ കാണുന്ന ആ ഒരു കാഴ്ചകൾ ഇത് ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്തൊരു ഭംഗിയാണ് ഈ ഒരു നഗരം കാണാൻ. എന്തേ ഞാനിത് കണ്ടില്ല, എന്തുകൊണ്ട് ഞാൻ ഇത് ആസ്വദിച്ചില്ല. എന്തായാലും ഇവരിങ്ങനെ പോകുന്നത് ഭൂതകാലത്തിലേക്കാണ്, അതായത് സ്ക്രോച്ചിന്റെ ഭൂതകാലത്തിലേക്ക്. അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ ഒറ്റയ്ക്കൊരു കുട്ടി മാത്രം ക്ലാസ്സിലിരുന്ന് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ പുറത്തു പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ മാത്രം എന്തോ ഇരുന്ന് ആലോചിക്കുകയാണ്. മറ്റാരുമല്ല, ചെറുപ്പത്തിലുള്ള സ്ക്രോച്ച് തന്നെയാണ്. ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു സ്വഭാവം ഇവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മിക്ക ക്ലാസ്സുകളിലും ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലേ. ഓക്കെ, എന്തായാലും ഇതിനുശേഷം കുറച്ചുകൂടെ കാലം മുന്നോട്ടേക്ക് പോവാണ്. സ്ക്രോച്ച് ഇപ്പോൾ അത്യാവശ്യം ടീനേജ് ആയിട്ടുള്ള ഒരു പയ്യനായിട്ടുണ്ട്. എപ്പോഴും നല്ല ഗൗരവത്തിലിരിക്കുന്ന സ്ക്രോച്ചിന്റെ മുഖത്ത് ഇപ്പൊ നല്ലൊരു ചിരി വരികയാണ്. കാരണം എന്താ, അവന്റെ മുറിയിലേക്ക് അവന്റെ പൊന്നനിയത്തി വന്നോണ്ടിരിക്കുകയാണ്. അനിയത്തി ഓടി വന്നിട്ട് ചേട്ടന്റെ അടുത്ത് പറയാണ്, ചേട്ടാ അച്ഛന് ആദ്യമായിട്ട് വിളിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ചേട്ടാ. പിന്നെ ക്രിസ്മസിന് നമ്മളോട് 2 പേരോടും വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് സ്ക്രോച്ചിനും സന്തോഷമാവാണ്. അതായത് 2 കുട്ടികളെയും ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഇവരുടെ അച്ഛൻ പഠിപ്പിക്കുന്നത് എന്ന് കരുതിയിട്ട് സ്നേഹം കൊണ്ടൊന്നുമല്ല, നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നും. ഒരു വട്ടം ഫോണിലൂടെ വിളിച്ചൊന്ന് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണ് അവൾക്ക്. തന്റെ അനിയത്തി ഇങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ ശരിക്കും വൃദ്ധനായിട്ടുള്ള ആ ഒരു മൊരട്ടനായിട്ടുള്ള ഈ സ്ക്രോച്ചിന്റെ കണ്ണുകൾ വരെ നിറയുന്നുണ്ട്. കാരണം
കാരണം എന്താ, അവന്റെ ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളാണ് അവന്റെ പൊന്നനിയത്തി. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവളെ എനിക്ക് നഷ്ടമായി പോയി. ഇപ്പൊ ആ ഒരു ഭൂതം പറയാണ്, ബാ ഇനിയുണ്ട് കാഴ്ചകൾ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്ക്രോച്ചിനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു ഭൂതം അങ്ങനെ പോവാണ്. ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്ന ഹാള്, ആ ഹാളിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സന്തോഷവാനായിട്ടുള്ള ഒരു യുവാവിനെ കാണിക്കുകയാണ്. മറ്റാരുമല്ല, സ്ക്രോച്ചിന്റെ ചെറുപ്പകാലം തന്നെ. അവനിപ്പോ വിവാഹപ്രായമായിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ഹാള് ഭയങ്കരമായിട്ടുള്ള പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ വെച്ച് നന്നായിട്ട് ഈ സ്ക്രോച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവൻ കാണുകയാണ്. ആ പെൺകുട്ടിയോട് സ്ക്രോച്ച് അവന്റെ ആ ഒരു പ്രണയം തുറന്നു പറയുന്നുണ്ട്. ശരിക്കും സ്ക്രോച്ച് അവന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് കണ്ണ് നിറയാതിരിക്കും, കണ്ണ് നിറയാണ്. ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ആ ഒരു മെഴുകുതിരി ഭൂതം പറയാണ്, തീർന്നിട്ടില്ല, ഇനിയുണ്ട് ചില കാഴ്ചകൾ. അതായത് അന്ന് ഇഷ്ടം പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ തന്നെ സ്ക്രോച്ച് വിവാഹം കഴിക്കുകയാണ്. അതിനുശേഷം സ്ക്രോച്ച് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സ്ക്രോച്ചിന്റെ ഭാര്യയും സ്ക്രോച്ചും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ പറയാണ്, നിങ്ങൾ ഈ ഒരു കച്ചവടം തുടങ്ങിയ പിന്നെ ആദ്യത്തെ പോലെയൊന്നും അല്ല, എന്താ എന്നോട് തീരെ മൈൻഡാക്കാതെ, എന്നോട് സംസാരിക്കാതെ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ഇതേ സമയത്തിന് സ്ക്രോച്ച് പറയാണ്, എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബിസിനസ്, കാശ് ഇതുണ്ടെങ്കിലേ ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ എന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അത് കാശാണ്, അത് കഴിഞ്ഞേ നീയുള്ളൂ. ഇത് കേട്ട സമയത്ത് ഭാര്യ പറയാണ്, ഇനി നിങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ പോവാണ്, എനിക്ക് ഡൈവോഴ്സ് വേണം. ഈ സമയത്ത് സ്ക്രോച്ചും നന്നായിട്ട് വഴക്കുണ്ടാക്കുകയാണ്, നീ പോവാണെങ്കിലും പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി അവിടുന്ന് പോയത് കേട്ടോ. ഈ ഒരു കാര്യമൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു സ്ക്രോച്ച് ഈ ആത്മാവിനോട് പറയണ, ഇനി എന്നത് കാണിക്കല്ല, എന്റെ ഉള്ളിൽ വല്ലാത്ത വേദന വരുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതായത് ഈ പണത്തിന്റെ പിന്നാലെ ഓടി 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 നഷ്ടപ്പെടുത്തിയ ആ ഒരു കാര്യങ്ങൾ ഇത് നേരിട്ട് കാണുമ്പോൾ എത്രത്തോളം പെയിൻ ഉള്ളിലുണ്ടാവും, അത് ഇയാളെങ്ങനെ അനുഭവിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭൂതം പറയണേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ മുഴുവൻ കാണണം, നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു അബദ്ധം പറ്റാതിരിക്കാനാ. ഇപ്പോ സ്ക്രോച്ച് പറയണം, മതി മതി, ഇതിൽ കൂടുതൽ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന തൊപ്പി പോലെ എന്തോ ഒന്നുണ്ട്, ഇത് വെച്ച് ഈ ഒരു ഭൂതത്തിന് ഒറ്റ മൂടലാണ്. സോ പെട്ടെന്ന് ടേന്നിട്ട് ഇതങ്ങോട്ട് പൊട്ടുന്നുണ്ട്. അതായത് ഒരു വാണം പോലെ നമ്മുടെ ഈ ഒരു സ്ക്രോച്ച് ആകാശത്തിലേക്ക് എത്തുകയാണ്. അവിടുന്ന് ടപ്പേ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സ്ക്രോച്ച് വന്ന് വീണത് അവന്റെ ബെഡിന്റെ തൊട്ടടുത്തേക്കാണ്. എന്താ ഈ സംഭവിച്ചത് എന്നൊക്കെ കരുതിയിട്ട് ചുറ്റും നോക്കുമ്പോൾ വീണ്ടും വാതിലിന്റെ അരികിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു വെളിച്ചവും കാണുന്നുണ്ട്. പതിയെ പതിയെ ആ ഒരു വാതിൽ തുറന്നു വരികയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്നും ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ക്രോച്ച് പതിയെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. ഒരുപാട് സമ്മാനത്തിന്റെ പൊതികള്, അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് ഒരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ട്. മറ്റാരുമല്ല, സാന്റാക്ലോസ് തന്നെ. എന്നാൽ ആളൊരു ഇച്ചിരി വയലന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്ക്രോച്ച് ആ ഒരു മുറിയുടെ ഉള്ളിൽ കയറിയതും ഇവനെയും വലിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. എന്നാൽ കൂടെ ആ ഒരു വീടുണ്ട്. ഈ വീടിന്റെ അടിഭാഗത്തിലൂടെയാണ് ഈ നഗരത്തിലെ കാഴ്ചകൾ കാണുന്നത്. ഇതൊന്നും എനിക്ക് കാണാന്ന് പറഞ്ഞിട്ട് സ്ക്രോച്ച് ഇങ്ങനെ പറയുമ്പോൾ ഈ അപ്പൂപ്പൻ പറയാണ്, കാണടാ കാണ്, ആൾക്കാർ എത്രത്തോളം സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന്. നീ എപ്പോഴും ദേഷ്യവും കോപവും ഇതൊക്കെയല്ലേ കാണുന്നുള്ളൂ, സന്തോഷിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ, കാണ് ദാ എത്രത്തോളം ഹാപ്പിയിലാണ് ഓരോ മനുഷ്യർ ജീവിക്കുന്നതെന്ന്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം നിന്നെ കാണിച്ചു തരാണ്ട് വാന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രോച്ചിനെ നേരെ ഈ ക്രിസ്മസ് അപ്പൂവൻ കൊണ്ടുവന്ന് എങ്ങോട്ടും അറിയാം. സ്ക്രോച്ചിന്റെ കടയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ബോബ് ഉണ്ടല്ലോ, മൂപ്പരുടെ വീട്ടിലേക്കാണ്. എന്നൊരു പാവപ്പെട്ടവനായിരുന്നു കേട്ടോ ഈ ബോബ്. ഒരു ചെറിയ വീടാണ്, മാത്രമല്ല ക്രിസ്മസിന്റെ ഒരുക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോബിനെ കാണാനായിട്ട് ദൂരെയുള്ള മകള്, ബാക്കിയുള്ള അനിയന്മാര്, കുടുംബക്കാര് എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആരെ, നമ്മുടെ ഈ ഒരു ബോബ് വീട്ടിലേക്ക് വരുന്നതും കാത്ത്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ അപ്പൂപ്പൻ കാണിച്ചു കൊടുത്തിട്ട് സ്ക്രോച്ച് കാണുകയാണ്. അപ്പൊ ഈ ഒരു ബോബ് വീട്ടിലേക്ക് എത്താനായി പറഞ്ഞപ്പോ ബാക്കിയുള്ള പിള്ളേരെല്ലാവരും അച്ഛൻ വരുന്നുണ്ട്, അപ്പം വരുന്നുണ്ട്, എല്ലാവരും റെഡിയായോ എന്ന് പറയാണ്. മാത്രമല്ല ദൂരെ നിന്ന് ഒരു മോള് വന്നതെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മോള് ഭയങ്കരമായിട്ടുള്ള സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു മുറിയുടെ ഉള്ളിൽ പോയിട്ട് വിളിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ബോബ് ആ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് തന്നെ എല്ലാവരും മൂപ്പരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്. എന്ന് മൂപ്പരുടെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. മറ്റേ മോള് അവള് വന്നിട്ടില്ലല്ലേ, ആ ഒരു വിഷമത്തിൽ മൂപ്പരങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിലുള്ള സ്ക്രോച്ച്, മൂപ്പർക്ക് ഇമാരി സെന്റി പരിപാടിയൊന്നും കാണുന്ന വലിയ ഇഷ്ടമല്ല. അപ്പൊ തലയിങ്ങനെ തിരിക്കുമ്പോൾ അപ്പൊ എന്നെ മണ്ട നോക്കി ഒരു അറ്റ അടി കൊടുക്കുകയാണ്, നോക്കടാ താഴോട്ട് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ പാവം ബോബ്, അപ്പൊ മോള് വന്നില്ല അല്ലേ, ഭയങ്കര വിഷമത്തിൽ മൂപ്പരിയ്ക്കുമ്പോൾ അപ്പാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി വീഴാണ്. ഇത് കണ്ടപ്പോ തന്നെ ബോബിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതായത് ഈ ചുറ്റുള്ള ആൾക്കാർ എത്രത്തോളാണ് തീരെ കാശില്ലാഞ്ഞിട്ട് കൂടി ഈ ബോബ് എന്ന് പറഞ്ഞ മനുഷ്യനെ ബഹുമാനിക്കുന്നത്, റെസ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യം കണ്ട് സ്ക്രോച്ച് അങ്ങനെ കണ്ണും തള്ളിയിരിക്കുകയാണ്. ഇതെന്തെങ്ങനെ പാവം, ഈ പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ കയ്യിൽ ചെലവാക്കാനായിട്ട് ഒരുപാട് കാശൊന്നുമില്ല, എന്ന് കൊടുക്കാൻ മറ്റൊരു കാര്യം കുറേ ഉണ്ട്, സ്നേഹം തന്നെ, മക്കൾക്കും ഭാര്യയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ആയിട്ട്. എന്നാൽ ഈ ഒരു കുടുംബത്തിൽ ഇത്ര സന്തോഷം ഉണ്ടെങ്കിലും ഇവരെല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ടിമിന്ന് എന്റെ ഒരു പയ്യൻ, ഇവൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവന് നടക്കാൻ കഴിയില്ല, കാലിന് വയ്യ, അതുപോലെ തന്നെ അവൻ എന്തോ ഒരു അസുഖമുണ്ട്, ചികിത്സിക്കാനുള്ള കാശും കാര്യങ്ങളും ഇവരുടെ കയ്യിലില്ല. അധികം വൈകാതെ തന്നെ ഈ ഒരു പയ്യൻ മരിച്ചു പോകും. ഈ കാര്യങ്ങളൊക്കെ സ്ക്രോച്ച് നേരിട്ട് കാണുകയാണ്. അപ്പൊ ഈ അപ്പൂപ്പനോട് സ്ക്രോച്ച് ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഭാവിയെ കുറിച്ച് അറിയാൻ കഴിയോ, എന്തായിരിക്കും ആ ഒരു പയ്യൻ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ ഈ അപ്പൂപ്പൻ പറയാണ്, ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതിനുള്ള ആ ഒരു കഴിവ് എനിക്കില്ല. പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കാശും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മിക്കവാറും ആ ഒരു പയ്യൻ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും താഴെ നല്ല വിരുന്നും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വിരുന്ന് എന്ന് പറയുമ്പോൾ വലിയ ഫുഡൊന്നുമില്ല, ഒരു ചിക്കനെ മുഴുവനായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാർക്ക് കഴിക്കാനായിട്ട് അത് തികയൊന്നുമില്ല കേട്ടോ. എന്നാലും ഉള്ളതുപോലെ എന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നല്ലൊരു കാലം വരും, അന്ന് എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു ബോബ് പറയാണ്, ഈ കാര്യത്തിനെല്ലാം നമ്മളെ സഹായിച്ചത് എനിക്ക് ജോലി തന്ന എന്റെ മുതലാളിയാണ് സ്ക്രോച്ച്. സോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സമയത്ത് സ്ക്രോച്ച് അങ്ങ് ഞെട്ടിപ്പോവാണ്.
ശരിക്കും ഈ ജോലിക്കാരന് ഒരു നായയെ പോലെയാണ് നോക്കിയിരുന്നത്. അയാൾക്ക് മര്യാദക്ക് ശമ്പളം കൊടുക്കില്ല, ലീവ് കൊടുക്കില്ല, എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് ഇയാളെ ബുദ്ധിമുട്ടിച്ചോണ്ടേയിരിക്കും. എന്നിട്ടും അയാള് തിരിച്ചു കൊടുക്കുന്ന നോക്കിയാൽ എത്രത്തോളം ബഹുമാനം, റെസ്പെക്ട് ആണെന്ന് ഇയാളുടെ മുതലാളിക്ക് വേണ്ടിയിട്ട്. അപ്പം മുതൽ തന്നെ വല്ലാത്തൊരു ഗിൽറ്റ് ഈ സ്ക്രാച്ചിന്റെ ഉള്ളിൽ വരികയാണ്. അതുപോലെ തന്നെ താഴെ ഉണ്ടായിരുന്ന ബോബിന്റെ ഭാര്യ പറയാണ്, ഓ നിങ്ങളുടെ ഒരു മുതലാളി മാന്യമായിട്ടുള്ള സാലറി ആണോ നിങ്ങൾക്ക് തരുന്നത്, ഒരു ഇച്ചിരി കാശ് കൂടെ കൂടി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ ജീവിക്കായിരുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ സ്ക്രോച്ചിന് എന്തോ പോലെ തോന്നുകയാണ്. അതായത് നല്ല സാലറി ഒന്നല്ല ഇയാൾ കൊടുക്കുന്നത്, ഇയാൾക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം കണ്ട് ഒരുമാതിരി അവസ്ഥയിൽ സ്ക്രോച്ച് നിൽക്കുമ്പോൾ ഈ ഒരു ക്രിസ്മസ് അപ്പ് വാ ഇതല്ല വേറെ ഒരു കാശ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്രോച്ചിനെയും കൂട്ടി നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് സ്ക്രോച്ചിന്റെ അനിയത്തിയുടെ മകൻ വിളിക്കാൻ വേണ്ടി വന്നില്ലേ, അവരുടെ ആ ഒരു വീട്ടിൽ കാണിക്കാണ്. എന്നാൽ അവർ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ക്രിസ്മസിന്റേതായ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ ചെറിയൊരു കളി കളിക്കാണ്. നമുക്ക് എന്തായാലും ഒരു ആനിമൽസിന്റെ പേര് പറഞ്ഞ് കളിച്ചാലോ. അങ്ങനെ ഈ കളിയുടെ ഇടയിൽ ഒരുത്തം പറയാണ്, ഇവരുടെ അങ്കിള് സ്ക്രോച്ച്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാണ്. മാത്രമല്ല സ്ക്രോച്ചിന് അന്ന് ക്ഷണിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആ ഒരു ചെറുക്കനുണ്ടല്ലോ, അവൻ പറയാണ് നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, മൂപ്പരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇയാൾ വന്നിട്ടില്ലെങ്കിൽ നമുക്കെന്താ പ്രശ്നം, മൂപ്പർക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇനി വരികയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. എന്തോ നമ്മുടെ മാമന് അതിന് വലിയ താല്പര്യം ഇല്ലാതായി പോയി. മൂപ്പര് വരുമ്പോൾ വരട്ടെ, എന്തായാലും മൂപ്പർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചേസ് അറിയാം. എന്നിട്ട് ഇവരെല്ലാവരും വൈൻ എടുത്തിട്ട് മൂപ്പരോടും ചെറിയൊരു ബഹുമാനം വിളിച്ച് കാണിക്കാണ്. ഇവിടെ വെച്ചും നമ്മുടെ സ്ക്രോച്ചിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഗിൽറ്റ്, ഒരു വല്ലാത്ത കുറ്റബോധം. എന്താണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ്. ഇതിനുശേഷം ഈ അപ്പൂപ്പൻ നമ്മുടെ സ്ക്രോച്ചിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരുമാതിരി ഒരു ഇരുട്ട് മൂടിയ ഒരു സ്ഥലമായിരുന്നു അത്. ഇവിടെ എത്തിയ സമയത്ത് ഈ അപ്പൂപ്പൻ പറയാണ്, എന്തായാലും എന്റെ സമയം കഴിഞ്ഞു, ഞാൻ പോവാനായിട്ടുണ്ട്. പക്ഷെ നിന്നെപ്പോലൊരു നാറിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നന്നാക്കാൻ വേണ്ടി പരമാവധി ഞാൻ പല കാര്യങ്ങളും കാണിച്ചു തന്നു, നീ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ക്രോച്ച്. ആകെ വല്ലാത്തൊരു ഭാവത്തിൽ സ്ക്രോച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു അപ്പൂപ്പൻ ഉണ്ടല്ലോ, ഇയാളുടെ കാലിന്റെ താഴ്ഭാഗത്തായിട്ട് വിരൽ പോലെ എന്തോന്ന് കാണുകയാണ്. കാലിന്റെ ഭാഗത്ത് എന്താ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോട്ട് സ്ക്രോച്ച് തുറന്നു നോക്കുമ്പോൾ കാലിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് വിചിത്ര രൂപങ്ങൾ ഇരിക്കുകയാണ്. ഇത് നിന്നെ പോലെ തന്നെയാണ് സ്ക്രോച്ച്. ഒന്നിനെപ്പോഴും ആർത്തിയാണ്, കിട്ടിയാലും തീരില്ല. മറ്റേതിനാണെങ്കിലോ ഭയങ്കര അഹങ്കാരം. മാത്രമല്ല എന്റെ സമയം കഴിഞ്ഞു, ഞാൻ പോവാണ്. അതുപോലെ തന്നെ സ്ക്രോച്ച്, നിന്റെ സമയം കഴിഞ്ഞു, നീയും പോകാൻ വേണ്ടി പോവാണ്. ഇത് കേട്ട സമയത്ത് സ്ക്രോച്ച് ആകെ പേടിയാണ്. മാത്രമല്ല ആ രണ്ട് കുട്ടിബോധങ്ങൾ ഇപ്പൊ ഇവന്റെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് വല്ലാതെ ഇവന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപ്പൂപ്പന്റെ രൂപം മുഴുവനായിട്ടും ഒരു അസ്ഥികൂടം പോലെ ആയി മാറുകയാണ്. പിന്നീട് പൂർണ്ണമായിട്ടും ഇത് മൂന്നും ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. സോ ഇനി അടുത്ത ആളാണ് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അയാളെ നേരിട്ട് കാണാൻ ഈ സ്ക്രോച്ചിന് കഴിയുന്നില്ല. ഇയാളുടെ നിഴല് മാത്രമേ കാണുന്നുള്ളൂ. സോ അതിലൂടെ തന്നെ എന്താ ഉറപ്പിക്കാൻ പറ്റുക, ഈ വരുന്ന ആള് അത്ര നിസാരക്കാരനല്ല. അയാളുടെ ആ ഒരു നിഴൽ രൂപത്തെ സ്ക്രോച്ച് കണ്ടു. അപ്പൊ തന്നെ മനസ്സിലായി ഈ വരുന്നത് ബാലനാണ്. മാത്രമല്ല ഇപ്പൊ ഈ മൂന്നാമതായിട്ട് വന്ന ഈ ആത്മാവ് അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അവന്റെ ഭാവി കാലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തയ്യാറാണ് എന്റെ ഭാവി കാണാനായിട്ട്. എന്തായാലും ഈ രൂപം അവനിട്ട് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ഉരുണ്ട് താഴേക്ക് പോയി വീണ് സ്ക്രോച്ച് ഉണ്ടല്ലോ, ആ നാട്ടിലെ തന്നെ കുറച്ച് പണക്കാരായിട്ടുള്ള ആൾക്കാരെ കാണിക്കുകയാണ്. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതായത് സ്ക്രോച്ച് മരിച്ചു കഴിഞ്ഞു കേട്ടോ. അതായത് സ്ക്രോച്ച് ഈ കാണുന്നത് അവന്റെ ഭാവി കാലമാണ്. അപ്പൊ ഈ പണക്കാരായിട്ടുള്ള 3 ആൾക്കാർ പറയുന്നത് ഇയാളുടെ ശവം കാണാനൊന്നും ഒരുത്തനും വരാൻ വേണ്ടി പോകുന്നില്ല. മാത്രമല്ല ഒരു ചടങ്ങോ പരിപാടിയോ ഒന്നും നടക്കാനും പോകുന്നില്ല. ഇയാൾക്ക് പിന്നെ കാശ് ചെലവാക്കുന്നൊന്നും വലിയ താല്പര്യമില്ലല്ലോ. അതായത് മരിച്ചു കിടക്കുന്ന സ്ക്രോച്ചിന്റെ ആ ഒരു ശവത്തിനോട് പോലും ഒരീച്ച പോലും ബഹുമാനം കാണിക്കുന്നില്ല. ഈ കാര്യം സ്ക്രോച്ച് നേരിട്ട് കാണുകയാണ്. അപ്പൊ ആകെ ഭയത്തില് സ്ക്രോച്ച് ഇങ്ങനെ ഈ കാലിൽ നോക്കിയിട്ട് പറയണ, അയ്യോ ഞാൻ മരിച്ചു പോയോ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയൊരു കുതിരവണ്ടിയും അതിന്റെ ആ ഒരു നിഴലും ആ വാഹനമൊക്കെ കാണുമ്പോൾ സ്ക്രോച്ചിന് മനസ്സിലായി ഇത് അവനെ കൊണ്ടുപോകാൻ വന്ന ആൾക്കാർ തന്നെയാണ്, കാലം തന്നെയാണ്. സോ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് സ്ക്രോച്ച് ഇവിടുന്ന് ഓടുകയാണ് കേട്ടോ. അതായത് ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, എനിക്ക് ഇനിയും ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമാണോ? അവസാന നിമിഷത്തിൽ ഇതുപോലെ ഇനിയും സമയം വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇനി ഇതുപോലെ തന്നെ ഭയങ്കര ഭയത്തിൽ ഈ സ്ക്രോച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ പതിയെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ആ ഒരു കാലിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. എന്തായാലും ഈ ഒരു സ്ക്രോച്ച് ഓടി ഈ ഓടുന്നതിനനുസരിച്ച് ഇവൻ ചെറുതായി പോകുന്നുണ്ടല്ലോ. ഒരു പൈപ്പിന്റെ ഉള്ളിലേക്ക് ആദ്യം കയറി വിളിക്കുകയാണ്. എന്നിട്ടും അവൻ ഓടുന്നില്ല. കാലം പിന്നാലെ വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്നും ചാടി ഒരു കുപ്പിയുടെ പുറത്ത് കയറുകയാണ്. ഇതിങ്ങനെ ഉരുണ്ട് പോകുന്നുണ്ട്. സോ അതിന്റെ മുകളിലൂടെ ഓടുകയാണ്. അതിനുശേഷം ഒരു ഐസ് കട്ടയിലെത്തുകയാണ്. ഒരു ചെറിയ കഷ്ണമാണ്. എന്നാൽ സ്ക്രോച്ച് ഇപ്പോൾ വളരെ ചെറുതായി പോയല്ലോ. അവൻ ആ ഒരു ഐസ് കട്ടയുടെ മുകളിൽ കയറി അങ്ങനെ സ്കേറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ പോയി അവസാനം തെന്നിക്കൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴാണ് അവന്. അപ്പൊ താഴെ കൂടെ ഒരു അമ്മൂമ്മ ഒരു ചാക്കുമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ചാക്കിന്റെ ഉള്ളിലേക്കാണ് സ്ക്രോച്ച് എന്ന് വീഴുന്നത്. ഈ അമ്മൂമ്മ എന്തായാലും ആ ഒരു ചാക്കുമായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ചാക്കിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സ്ക്രോച്ച് ഉണ്ടല്ലോ ഈ സ്ത്രീയെ നോക്കുന്നത്. അതായത് സ്ക്രോച്ചിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന വേലക്കാരിയാണ് ഈ സ്ത്രീ. മാത്രമല്ല ഈ സ്ത്രീയുടെ കൂടെ തന്നെ അവരുടെ ഹസ്ബൻഡും ഉണ്ട്. ഈ സ്ത്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ബോബിന്റെ അവസ്ഥ പറഞ്ഞില്ലേ, അവര് ദരിദ്രരാണ്. എന്നാൽ ഈ ഒരു സ്ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും എന്താ പറയാ, ഒന്നുമില്ലാത്തവരെ പോലെ ഈ തെരുവിലൊക്കെ ജീവിക്കില്ലേ, അതുപോലെയുള്ള ആൾക്കാരാണ്. വൃത്തിയുള്ള വസ്ത്രങ്ങളില്ല, ബാക്കിയുള്ള വസ്തുക്കളില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോ ഈ സ്ത്രീയോട് ഭർത്താവ് ചോദിക്കണം, അല്ല ഇത്രയും നല്ല ബെഡ്ഷീറ്റ് എവിടെ നിന്ന് കിട്ടിയത്?
പറഞ്ഞത്. ഇതേ സമയത്ത് തന്നെ ഈ സ്ത്രീ പറയാണ്, അത് പിന്നെ എന്റെ മുതലാളി ഉണ്ടല്ലോ, അയാൾ ചത്തുപോയി, ഞാൻ ആരും കാണാതെ ഇതിങ്ങോട്ട് എടുത്തതാണ്. ഇപ്പൊ സ്ക്രോച്ച് നോക്കുമ്പോ അതെ അവന്റെ ആ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണത്, നല്ല വിലപിടിപ്പുള്ളതാണ്. ഇതെന്ത് ഇവിടെ നടക്കുന്നത് സ്ക്രോച്ച് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ ഇപ്പൊ ആ ഒരു വേലക്കാരിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, ഇവര് പറയാണ് ഇത് മാത്രമല്ല എനിക്കൊരു കോട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്, അയാളുടേതാണ് ആ സ്ക്രോച്ചിന്റെ. ഇത് കേട്ട സമയത്ത് ഈരെ ദരിദ്രനായിട്ടുള്ള ഈ സ്ത്രീയുടെ ഭർത്താവ് പറയണത് ആ മനുഷ്യന്റെ കോട്ടാണത്. ആദ്യം പറഞ്ഞ എനിക്കൊന്നും വേണ്ടാന്ന്, കാരണം അത്രത്തോളം മെച്ചി നാറിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഒരു സ്ക്രോച്ച്. ഈ മനുഷ്യന് തന്നെ സ്ക്രോച്ചിന്റെ ആ ഒരു കോട്ടിടാന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പൊ ഈ അമ്മൂമ്മ പറയാണ്, എന്താടോ തണുപ്പായിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രോച്ചിന്റെ കോട്ട് മറ്റുള്ളവരുടെ കോട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കംഫർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ കിട്ടിയവരൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്ക്രോച്ച് എത്ര പൈസക്കാരനായിട്ടുള്ള മനുഷ്യനാണ്, എന്നാലും അയാളുടെ ആ ഒരു സ്വഭാവം കാണണം. വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നൊന്നും മൈൻഡ് ചെയ്യില്ല, ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് എപ്പോഴും പെരുമാറും, ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ തിന്നോളും, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സമയം ചെലവഴിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനെ കാണുമ്പോൾ ദേഷ്യമൊന്നുമല്ല തോന്നുന്നത്, സങ്കടം തോന്നുന്നത്. മൂപ്പരുടെ ആ ഒരു അവസ്ഥ നോക്കിക്കല്ലേ, അതായത് ഇത്ര ദരിദ്രരാണെങ്കിലും ഇവർക്കിടയിൽ പോലും ഒരു പ്രത്യേകതരം സന്തോഷമുണ്ട്. എന്നാൽ ആ സന്തോഷം എന്താണെന്ന് അറിയിട്ട് ഒരുപാട് വർഷമായ മനുഷ്യനാണ് ഈ ഒരു സ്ക്രോച്ച്. അതുപോലെ തന്നെ അയാൾ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അയാൾ മരിച്ചുപോയി, എന്തെങ്കിലും ഒന്ന് അയാൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ശരിക്കും ദയനീയമാണ് അയാളുടെ അവസ്ഥ. അപ്പോ ഇത്രയും ദരിദ്രമായിട്ട് മറ്റൊരാളുടെ വസ്ത്രം അല്ലെങ്കിൽ ഈ കാര്യമൊക്കെ അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ ഈ ആൾക്കാർ വരെ അവനെ കുറിച്ച് ആലോചിച്ചിട്ട് പാവം തോന്നുന്നു പറയുമ്പോൾ ഈ സ്ക്രോച്ചിന്റെ അവസ്ഥ എത്ര ദയനീയമാണല്ലേ. എന്തായാലും പതിയെ അവിടെ വെച്ച് തന്നെ സ്വന്തം ക്യാരക്ടർ താൻ ആരാണെന്ന് സ്ക്രോച്ച് മനസ്സിലാക്കുകയാണ്. പെട്ടെന്ന് ഈ അപ്പൂപ്പനുണ്ടല്ലോ ഒരു വടി എടുത്ത് സ്ക്രോച്ചിനെ നോക്കി ഒരു അടി കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ സ്ക്രോച്ചിനെ അടിച്ചതല്ല, അവിടെ തന്നെ ഒരു എലി ഉണ്ടായിരുന്നു, ആ എലിക്കിട്ട് അടിച്ചതാണ്. ഇതിന്റെ ഇടയിൽ കിടന്ന് സ്ക്രോച്ച് ആണെങ്കിൽ കഷ്ടപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളൊരു ഇത്തിരി കുഞ്ഞിനായി മാറിയിട്ടില്ലേ. എന്തായാലും സാഹസികമായിട്ട് തന്നെ രക്ഷപ്പെട്ട് തെറിച്ച് വീണ സ്ക്രോച്ച് ഇപ്പൊ എത്തുന്നത് അവന്റെ വീട്ടിലേക്ക് തന്നെയാണ്. മാത്രമല്ല ഇത്തിരി കുഞ്ഞിനായിരുന്ന സ്ക്രോച്ച് ഇപ്പൊ പഴയതുപോലെ തന്നെ വലുതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ മുന്നിലായിട്ട് ഒരു ബോഡി അത് പൊത്തു വെച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സ്ക്രോച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഇതെന്റെ ബോഡി ആവരുതേ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനല്ല കാലിന്റെ ആ ഒരു നിഴല് ഇത് വരികയാണ്. എന്നിട്ട് ഒരു ചുമരിൽ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകതരം ജനല് പോലെ രൂപപ്പെടുകയാണ്. അതിന്റെ ഉള്ളിലൂടെ പല ആൾക്കാരെയും ഈ സ്ക്രോച്ച് കാണുകയാണ്. ബിസിനസ്സിലൂടെ കാശിലൂടെ അവനുമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയാണ് ഇയാൾ മരിച്ചു കഴിഞ്ഞു, എന്തായാലും സ്വത്ത് ഭാഗം വെക്കണം, നമുക്ക് ഇങ്ങനത്തെ വേണം ആ ഭാഗത്തുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്നേഹം ഇതെന്താണെന്ന് ഒരിക്കലും സ്ക്രോച്ചിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സ്ക്രോച്ച് ഉള്ളിൽ അങ്ങനെ പൊട്ടിക്കരയാണ്, ഞാൻ മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു, എനിക്ക് വേണ്ടി കരയാനായിട്ട് ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല അല്ലേ. ഒരു മനുഷ്യന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം, ഒറ്റയ്ക്ക് നടക്കാം, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാം, എന്ത് വേണമെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിലേക്ക് കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് കൊണ്ടുവെക്കാനോ ഒരു രണ്ടാളെ അല്ലെങ്കിൽ ഒരാളെങ്കിലും കരുതി വെക്കണം. ഒറ്റയ്ക്ക് എന്തായാലും ചിതയിലേക്കോ ശവക്കുഴിയിലേക്കോ നടന്നു പോകാൻ കഴിയില്ലല്ലോ. മലയാള സിനിമയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ മരിച്ചു പോയിട്ടുണ്ട്, മൂപ്പര് പറഞ്ഞ ഡയലോഗാണിത്. എന്തായാലും അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. എന്തായാലും വീണ്ടും സ്ക്രോച്ചിനെ മറ്റൊരു കാഴ്ച കൂടെ ഈ ഒരു കാലം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു വീട്ടിനുള്ളിലെ കാര്യമാണ്. ഇവന്റെ ജോലിക്കാരനായിട്ടുള്ള ബോബ് ഉണ്ടല്ലോ, ബോബിന്റെ വീട്ടിലെ കാര്യം തന്നെ. അന്ന് ആ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ പറഞ്ഞതുപോലെ തന്നെ കാശും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ബോബിന്റെ ആ ഒരു മകനുണ്ടല്ലോ, ആ ഒരു കുഞ്ഞ് അവൻ മരിച്ചു പോവാണ്. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ബോബ്. അതുപോലെ തന്നെ സ്ക്രോച്ച് മരിച്ചിട്ടുണ്ട്. അപ്പൊ ബോബ് ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്റെ പൊന്നു മോനെ നീ കൊണ്ടുപോയി, അതുപോലെ തന്നെ എന്റെ മുതലാളിയും കൊണ്ടുപോയി, എന്തിനാണ് എന്നോട് ഈ ഒരു ക്രൂരത കാണിക്കുന്നത്? ഇപ്പൊ ഈ സ്ക്രോച്ചിനെ കുറിച്ച് ആലോചിച്ച് ബോബി അങ്ങനെ സങ്കടത്തിൽ കരയുന്നത് കണ്ടപ്പോ വല്ലാതെ ഷോക്കായി പോവാണ് ഈ സ്ക്രോച്ച്. അതായത് എത്ര മാന്യതയില്ലാതെ ഒരു അടിമയെ പോലെ ഒരു വേലക്കാരനെ പോലെ നോക്കിയതാണ് ഈ ഒരു ജോലിക്കാരനെ. എന്തെങ്കിലും ഒരു റെസ്പെക്ട്, ഒരു തരി റെസ്പെക്ട് അവന് കൊടുത്തോ? എന്നിട്ടും തിരിച്ചു കിട്ടുന്ന ആ ഒരു സ്നേഹം കണ്ടില്ലേ. വല്ലാത്ത ഉള്ളിൽ ആ ഒരു നീർന്ന കുറ്റബോധത്തോട് കൂടിയിട്ട് സ്ക്രോച്ച് ഇപ്പൊ ബോബിനെ നോക്കാണ്. ബോബാണെങ്കിൽ മരിച്ചുപോയ മകന്റെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകി വന്ന ആ ഒരു ബോധോദയം വല്ല കാര്യമുണ്ടോ? എന്തായാലും കാലിനിപ്പോ സ്ക്രോച്ചിനെ വലിച്ചെടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടിടുകയാണ്. അവിടെ ഒരു കല്ല് കാണുന്നുണ്ട്, അതിൽ അവന്റെ പേരും കൊത്തി വെച്ചിട്ടുണ്ട്. സ്ക്രോച്ച് മരിച്ച ദിവസം December 25, അതായത് ഇനി വരുന്ന നാളത്തെ ദിവസം തന്നെ സ്ക്രോച്ച് മരണപ്പെട്ടു പോകും. ഇത് കണ്ട് ആകെ ഷോക്കായി പോയ സ്ക്രോച്ച് ആകെ പേടിയോട് കൂടിയിട്ട് ഈ കാലിന് നോക്കിയിട്ട് പറയണേ, എനിക്ക് മരിക്കണ്ട, എന്നെ കൊണ്ടുപോകണ്ട ഇങ്ങോട്ട്, ഒരു ദിവസം കൂടെ എനിക്ക് ജീവിക്കാൻ വേണ്ടി തന്നൂടെ. എന്നാൽ കാലൻ അതിനുള്ള സമയമൊന്നും കൊടുത്തില്ല. സ്ക്രോച്ചിനോട് ആ ഒരു ശവപ്പേടിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പറയാണ്. അതായത് അവന്റെ ആ ഒരു ആത്മാവിനോട് വലിച്ച് താഴേക്കിടാൻ നോക്കുന്ന സമയത്ത് സ്ക്രോച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഈ കാലിനോട് പറയാണ്. എന്നാൽ കാലിന് ഇതൊന്നും കേൾക്കുന്നില്ല. ആഴമേറിയ ആത്മാക്കൾ ഇട്ട് വെക്കുന്ന ആ ഒരു കുഴിയിലേക്ക് സ്ക്രോച്ചിനെ വലിച്ചങ്ങോട്ട് ഇടുകയാണ്. എന്നാൽ ഈ സ്ക്രോച്ച് നേരെ ചെന്ന് വീണത് അവന്റെ ബെഡിലേക്കാണ്. പെട്ടെന്ന് കണ്ണുറുകയാണ്. ഇത്രയും നേരം കണ്ടത് സ്വപ്നമാണോ അല്ലെങ്കിൽ റിയാലിറ്റി ആണോ? ഇതൊന്നും സ്ക്രോച്ചിന് മനസ്സിലാവുന്നില്ല. എന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ മരിച്ചിട്ടില്ല. സന്തോഷം കൊണ്ട് സ്ക്രോച്ച് തുള്ളിച്ചാടുകയാണ്. വേഗം തന്നെ വീടിന്റെ ആ ഒരു മുകളിൽ വന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു പയ്യനുണ്ട് എന്തോ ഒന്ന് വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ പയ്യനോട് പറയാണ്, എടാ ആ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് നല്ലൊരു അടിപൊളി കോട്ട് മേടിച്ചിട്ട് നീ വരുമെന്ന്. ഇപ്പൊ പയ്യൻ പറയണം, എന്റെ കയ്യിൽ കാശുമില്ല, പിന്നെ സമയമില്ല. അപ്പൊ ഈ സ്ക്രോച്ച് പറയണം, എടാ നീ അത് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാശും തരും, വേറെ നല്ലൊരു അടിപൊളി വലിയൊരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരും. പാവപ്പെട്ട ഈ ഒരു ചെറുക്ക് ഇത് കേട്ടപ്പോ തന്നെ ഒറ്റ ഓട്ടോടാണ്, ഇപ്പൊ കൊണ്ടുതരാ അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട്.
ഇതേ സമയത്തിന് സ്ക്രോച്ച് മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഈ ഒരു കോട്ട് ബോബിന്, അതായത് ഇവന്റെ കടയിൽ ആ ഒരു പണിക്കാരനുണ്ടല്ലോ വൃദ്ധനായിട്ടുള്ള ബോബ്, മൂപ്പർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ടും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും, ഞെട്ടിപ്പോകുന്നു. സോ മൂപ്പര് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. മാത്രമല്ല നല്ലൊരു കോട്ടെല്ലാം ഇട്ട് മുഖത്ത് നല്ല ചിരിയെല്ലാം ആക്കിയിട്ട് ആ മറ്റേ അടുത്ത മോന്ത ഉണ്ടല്ലോ ഇതെല്ലാം മാറ്റിയിട്ട് നല്ല ചിരിയാക്കിയിട്ട് മൂപ്പര് ആ ഒരു മുറിയിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ വേലക്കാരി അവിടെ എന്തോ ജോലി ചെയ്യുന്നുണ്ട്. വേലക്കാരി നോക്കുമ്പോ എന്താ ആദ്യമായിട്ടാണ് ഈ സ്ക്രോച്ച് ചിരിച്ചു കാണുന്നത്. ഇവരാകെ പേടിച്ചു പോവാണ്. അയ്യോ എന്റെ മുതലാളിക്ക് പ്രാന്തായെന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് നിലവിളിച്ച് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ പിന്നാലെ ഓടി ചെന്നിട്ട് സ്ക്രോച്ച്, മിസ്സിസ് വില്യംസ് നിക്കവിടെ, വാ നമുക്കൊരു ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ കൈയും പിടിച്ച് അങ്ങനെ ഡാൻസ് കളിക്കാണ്. എന്ന് ഈ സ്ത്രീക്ക് ശരിക്കും പേടിയാവാണ്. ഇയാൾക്ക് എന്തോ വട്ടായിട്ടുണ്ട്. നാട്ടുകാരെ ഓടി വരണേ എന്റെ മുതലാളിക്ക് വട്ടായെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു സ്ത്രീ കിടന്ന് കരയാണ്. മാത്രമല്ല അവരെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ സ്ക്രോച്ച് വിചാരിക്കുകയാണ്, എന്റെ ഭാഗത്ത് തന്നെയാണ്, ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ നാട്ടുകാർ പ്രാന്താന്ന് വിചാരിക്കുള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. മൂപ്പർക്ക് ആ ഒരു സ്കേറ്റിംഗ് പരിപാടി ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്നാൽ മൂപ്പര് ആ ഒരു ഐസിലൂടെ അങ്ങനെ സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും പിള്ളേരെ പോലെയെന്ന്. മാത്രമല്ല വഴിയിലൂടെ പോകുന്ന എല്ലാവരോടും ചിരിച്ചും കളിച്ചും സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ അന്നൊരാള് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെറിയ ഫണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന ഒരു സഹായത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ. മൂപ്പര് വഴിയോരത്ത് വെച്ച് ഇപ്പൊ സ്ക്രോച്ച് കാണുകയാണ്. അപ്പൊ അത് ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇയാൾക്ക് എന്തോ ഒരു പേടിയുണ്ട്, അന്നത്തെ പോലെ വേണ്ടി എന്തെങ്കിലും തെറി പറയാന്ന്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് സ്ക്രോച്ച് ഉണ്ടല്ലോ ഇയാളോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, അന്നൊരു അബദ്ധം പറ്റിപ്പോയതാണ്. മാത്രമല്ല നിങ്ങളുടെയൊക്കെ മനസ്സുണ്ടല്ലോ അത് വലിയതാണ്. മാത്രമല്ല ബാക്കിയുള്ളവർ സഹായിക്കാനുള്ള ഒരു കഷ്ടപ്പാടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇയാളുടെ ചെവിയിൽ സ്ക്രോച്ച് എന്തോ ഒരു കാര്യം പറയാണ്. അതായത് വലിയൊരു തുക തന്നെ ഇയാൾക്ക് ഓഫർ ചെയ്യാണ്. അതായത് ആ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഇയാൾക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് കാശ് കൊടുക്കാൻ കഴിയും. അത് നല്ലൊരു ഓഫറാണ് സ്ക്രോച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെയും ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഇയാൾ എപ്പോഴും കടന്നു പോകുമ്പോൾ കുറച്ച് പിള്ളേർ ഇങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് പാട്ട് പാടുന്നുണ്ടാവുമല്ലോ. അവരെ നോക്കി എപ്പോഴും ചീത്ത പറഞ്ഞാൽ പോകുന്നത്. അപ്പൊ ഈ ഒരു സ്ക്രോച്ച് വരുന്ന കാണുമ്പോൾ തന്നെ പിള്ളേര് പറയാണ്, ഡാടാ നിർത്തിക്കോ, ആ ഒരു പ്രാന്തം തന്ത വരുന്നുണ്ട്. എന്നാൽ ഇയാൾ അടുത്തെത്തിയ സമയത്ത്, സ്ക്രോച്ച് അടുത്തെത്തിയ സമയത്ത് എന്താ കുട്ടികളെ നിങ്ങൾ പാടാതെ പാടെന്ന് പറയാണ്. മാത്രമല്ല കുട്ടികളുടെ കൂടെ ആ കഴുതരാഗത്തിൽ മൂപ്പരും പാടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ നല്ലൊരു തുക അവർക്കും കൊടുക്കുകയാണ്. ഇനിയിപ്പോ ഇയാൾക്ക് വട്ടായതാണോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വട്ടായതാണോ? കുട്ടികളൊക്കെ ആ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്തായാലും പിന്നീട് പിള്ളേരോട് ബൈ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പിന്നെ കാണാട്ടോ ഇത് പറഞ്ഞിട്ട് സ്ക്രോച്ച് നേരെ എങ്ങോട്ടാ പോകുന്നത്? പെങ്ങളുടെ മോൻ അന്ന് വന്ന് വിളിച്ചില്ലേ ക്രിസ്മസിന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ദാ അങ്ങോട്ടേക്ക് തന്നെ. ഇപ്പൊ സ്ക്രോച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നാൽ അങ്കിളിനെ കണ്ട സമയത്ത് ഈ ചെറുക്കന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നോ? ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. എല്ലാവരും വേഗം വരികയാണ്. സ്ക്രോച്ചിനെ വിളിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുണ്ട്. ശരിക്കും സ്ക്രോച്ചിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. എല്ലാവരും തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ? ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ അന്ന് പറ്റിയില്ലല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പിന്നെ അവരുടെ കൂടെ ക്രിസ്മസ് നന്നായിട്ട് എൻജോയ് ചെയ്യാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് മനസ്സിന് ഭയങ്കര സുഖം. ആ ഒരു ഫീലിൽ നമ്മുടെ സ്ക്രോച്ച് നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ സഹായിയായിട്ടുള്ള ബോബ് മുത്തശ്ശൻ വരുന്നതിന് മുന്നേ തന്നെ സ്ക്രോച്ച് നേരത്തെ കടയിലെത്തുകയാണ്. ചുമ്മാ അവനൊന്ന് പേടിപ്പിക്കാൻ, ഒന്ന് വിരട്ടാനായിട്ട് മുഖം നല്ല ദേഷ്യത്തിൽ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ബോബാണെങ്കിൽ ആകെ പേടിച്ചിട്ടാണ് കടയിലേക്ക് ഓടി വരുന്നത്. കാരണം 10-15 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പൊ ഈ ബോബ് കടയിൽ കയറിയപ്പോ തന്നെ സ്ക്രോച്ചിന്റെ മുഖം ആകെ മാറി നിൽക്കുന്നത് കാണുകയാണ്. അയ്യോ സാറേ ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ ഇപ്പൊ സ്ക്രോച്ച് പറയാണ്, ഏയ് അതെങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ക്ഷമിക്കാനൊന്നും കഴിയില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാ. ഇതിനുള്ള പണിഷ്മെന്റ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാതെ വെറുതെ വിടില്ല. പാവം നമ്മുടെ ബോബ് മുത്തശ്ശൻ ആകെ പേടിച്ചിട്ട് ഇപ്പൊ സ്ക്രോച്ചിന്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. ഇപ്പൊ സ്ക്രോച്ച് പറയാണ്, മര്യാദക്ക് കൈ നീട്ട്, പണിഷ്മെന്റ് തരാതെ ഞാൻ വിടില്ല എന്ന് തന്നെ പറയാണ്. ആകെ ഭയത്തില് ബോബ് കൈ നീട്ടുമ്പോ ആ കയ്യിലേക്ക് ഒരു കിഴി വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് മുതൽ നിന്റെ ശമ്പളം ഇരട്ടിയാണ്. എന്താ സാറ് പറഞ്ഞത്? ഇരട്ടിയാണെന്നോ? അല്ല എന്താ പണിഷ്മെന്റ് ഇട്ട് പറഞ്ഞിട്ട്? ഇത് തന്നെയാ പണിഷ്മെന്റ്, ഇനി മുതൽ ഇരട്ടിയാണ് ശമ്പളം. മാത്രമല്ല ഇപ്പൊ സ്ക്രോച്ച് പറയണ, ബോബ് എന്നോട് ക്ഷമിക്കണം കേട്ടോ, എത്രത്തോളം ആത്മാർത്ഥത നീ എന്നോട് കാണിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി, ശരിക്കും മനസ്സിലായി നിന്റെ ആ ഒരു സ്നേഹം എത്രത്തോളാണെന്ന്. അപ്പൊ ഞാനത് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കൂടാ ബോബേ. ഇനി പഴയതുപോലെ ഒന്നും ഞാൻ പെരുമാറില്ല കേട്ടോ. പിന്നെ മാത്രമല്ല നിന്റെ മോന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ടോ, അതിനുള്ള കാശ് നമുക്ക് ഇറക്കാന്നേ. അങ്ങനെ ബോബിന്റെ മകൻ ടിമ്മിയുടെ ആ ഒരു ചികിത്സയ്ക്കായിട്ടുള്ള പണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ബോബ് പുറത്തേക്ക് വന്നിട്ട് ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോ എന്തോ നമ്മുടെ സ്ക്രോച്ചിന്റെ ഒരിഞ്ഞിട്ട് പോയിന്നാ തോന്നുന്നത്. മൂപ്പര് അവിടെ കിടന്ന് വെറുതെ തുള്ളി കളിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഈ മാനസിക സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ വലിയ ഗർവിൽ പിടിച്ചു വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ചാവാൻ നേരത്തെ കുറച്ച് ആശ്വാസം വേണമെങ്കിൽ, ഒരു ഹാപ്പിനെസ് വേണമെങ്കിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യണം. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോബിന്റെ കൊച്ചുമായി ടിമ്മിയുടെ അസുഖം കാര്യങ്ങളൊക്കെ മാറുകയാണ്, ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല കണ്ട മൂർക്കം പാമ്പിനെ പോലെയുള്ള ഈ സ്ക്രോച്ചിന്റെ തോളത്താണ് നമ്മുടെ ചെറുക്കൻ ടിമ്മി ഇരുന്ന് പോകുന്നത്. അതും ആ ഒരു തെരുവിലൂടെ 2 കൂട്ടുകാർ പോകുന്നത് പോലെ. സോ ആ ഒരു വിഷ്വല് അവസാനമായിട്ട് കാണിച്ചുകൊണ്ട് ആ പുസ്തകം ഇവിടെ അടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്കില് കഥ വായിക്കുന്നത് പോലെ അത്രയും രസമായിരിക്കും ഈ ഒരു കഥ തീരുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും നിങ്ങൾക്ക് തോന്നുകയാണ്. സോ ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. എന്താണ്? ഭയങ്കര ഗർവില് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തെങ്കിലുമൊക്കെ റിയലൈസ് ചെയ്യണം. അതായത് അവരെ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരങ്ങള്, അനിയത്തിമാര്, ചിലപ്പോ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ മറ്റൊരു ചെറുക്കൻ. ഓക്കെ, എന്തായാലും കാര്യം മനസ്സിലായില്ലേ? പിന്നെ കുറെ ഫ്രണ്ട്സ്, എല്ലാവരോടും ഇങ്ങനെ ഗർവ് കാണിച്ചു തന്നിട്ട് എന്താ അവിടെ കിട്ടാനുള്ളത്? ചിരിച്ചു കളയാൻ പറ്റുമെങ്കിൽ ചിരിച്ചങ്ങോട്ട് കളാ. നല്ലൊരു അടിപൊളി ക്രിസ്മസ്
ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ഇതൊക്കെയല്ലേ വരാൻ പോകുന്നത്. സോ വിട്ട് നിൽക്കുന്ന റിലേഷൻ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. എനിക്കും അതുപോലെ നന്നായിട്ടൊന്ന് ശ്രമിക്കണം. കാരണം ഈ ഇടയായിട്ട് ഒരാളുമായിട്ട് ഭയങ്കര വഴക്കാണ്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇതൊന്നും മറക്കാതിരിക്കുക. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല അടിപൊളി കഥയുമായിട്ട് നാളെ തന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.